കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജയും കളഭാലങ്കാരും ഒക്കെ ഉണ്ടായത്. മുന്നൂലം ഭഗവതിക്കൻ നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണിക്കണ്ണനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു കൗതുകം അറിയോ കാണാൻ. കാലുമല്ലാതെ ആ പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. ഭഗവതിക്കനാണ് തളകളൊക്കെ നല്ല വീതിയുള്ള തളകളാവും. അങ്ങനെ നല്ല ഭംഗിയുള്ള തളകൾ ചാർത്തിയിട്ടുണ്ട്. അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കസവിൻ്റെ പട്ട് പോലെ ഇങ്ങനെ ഞാത്ത് പോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ. അതൊക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അരയിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് അതാ എടുത്ത ഭാഗത്ത് ഒരു ഒരലമ്മിൽ കെട്ടിയിരിക്കില്ല. ദാമോദരനായിട്ടാണ് പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കണത്. എന്തൊരു കൗതുകാറിയോ കാണാൻ. ഒരല ചില ഉണ്ണിക്കണ്ണൻ്റെ അത്ര വലിപ്പമുണ്ട് കണ്ടാലോ ഒരല. ആ ഒരലൊക്കെ ഉണ്ണിക്കണ്ണൻ വലിച്ചു കൊണ്ടുപോകും കേട്ടോ. അത് വേറെ കാര്യം. ആ ഒരലമ്മിൽ കെട്ടിയിട്ടുണ്ട്. ആ ഒരലമ്മ കെട്ടിയ കയറിൻ്റെ തലപ്പ് അരയിലും കെട്ടിയിട്ടുണ്ട്. അരയിലൊരു ഓടക്കൊഴലും തിരികെ വെച്ചിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണന് ഓടക്കൊഴലും വേണമല്ലോ. അങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ നിപ്പ്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല വീതിയുള്ള കൈവളകൾ തോൾവളകളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല തിളക്കാണ്. ഇത് നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത്ര ഭംഗിയുള്ള കൈവളകളും തോൾവളകളും. വലത്തെ കയ്യിലൊരു വെണ്ണുരുള. ആ വെണ്ണൂറിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് യശോദമ്മ ഈ ഒരലമ്മൽ കെട്ടിയ ഉണ്ണിക്കണ്ണന് കഴിക്കാൻ വെണ്ണൂറിൽ കൊടുത്തിട്ടുണ്ട്. ആ വെണ്ണൂറിലും കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ. ഓടക്കള്ളിലെ അരയിലാണ് അത് ഇരിക്കുന്നത്. ഇടത്തെ കൈ അരയിലിങ്ങനെ കുത്തി വിരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ. കണ്ടാൽ മതിയാവില്ല, അത്ര രസമാണ്. അങ്ങനെ തിളങ്ങാൻ അകത്ത് കിടന്നിട്ട് അകത്ത് ശ്രീലകത്ത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദഹാസം. ഈ ഒരലമ്മൽ കെട്ടി ഇത്ര വലിയൊരു ഒരലല്ലേ. അതൊന്നും കണ്ണനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കണ്ണൻ ഈ ഒരലും വലിച്ചുകൊണ്ട് ഭക്തന്മാരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക. അടുത്ത ഭാഗത്ത് ഇങ്ങനെ ഒരലിങ്ങനെ ഒരേ ഉയരത്തിലാണ് നിൽക്കണത്. അത്ര രസമായിട്ട്. അങ്ങനെ ചന്ദനം കൊണ്ടാണ് ഒരല് ചാർത്തിരിക്കണത്. അതൊക്കെ നല്ല കൗതുകമുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ളൊരു കൗതുകം. എന്താ പുഞ്ചിരി, സന്തോഷമായിട്ടാണ് നിൽക്കണത് പൊന്നുണ്ണിക്കണ്ണൻ. എല്ലാം കണ്ണൻ്റെ ലീലകളാണ് ശ്രീലകത്തിട്ട് ചാർത്തുന്നത്. അതുപോലെ തിരുമുടിമാല ഒരെണ്ണാണ് ചാർത്തിരിക്കണത്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ വെളുത്ത പൂക്കൾ, തെച്ചി, തുളസി അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഈ ഒരു തിരുമുടിമാലയും ഒരു ഉണ്ടമാലയുടെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഒരലമ്മിൽ കെട്ടി ദാമോദരനുണ്ണിയായിട്ടാണ് നിൽക്കണത്. നല്ല കൗതുകത്തിൽ നമ്മുടെ മനസ്സിലങ്ങനെ ആനന്ദം വരും. കാരണം ഉണ്ണിക്കണ്ണൻ്റെ ആ നിപ്പും പുഞ്ചിരിയും എന്താ ഗുരുവായൂരപ്പാ. അതുപോലെ തിരുമുടിമാലയുടെ മുകളിൽ വിധാനമായിട്ട് 2-3 ഉണ്ടമാലകളുണ്ട്. താമര, തുളസി, തെച്ചി, തുളസി, വെളുത്ത പൂവ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടകലർന്ന് 2-3 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തോട് വലത്തെ കയ്യിലൊരു വെണ്ണൂറിലും അരയിൽ ഓടക്കോഴിലും തിരികെ അരയിൽ കയ്യും വെച്ചുകൊണ്ട് ആ ഒരലമ്മിൽ കെട്ടിയിട്ട് നിൽക്കണം കണ്ടാൽ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ, അതാ പറയാനുള്ളൂ. ആ ഉണ്ണിക്കണ്ണ ഗുരുവായൂരപ്പാ. നാരായണീയം ദശകം 68 ശ്ലോകം 3 മലയാള വിവർത്തനം. തവ കരം വിഭോ കയ്യിലേന്തി തൻ ഗളതലത്തിലായി ചുറ്റിവെച്ചൊരാൾ നിമിഷഹർഷമയായി പ്രാണവായുവേ തടയിടുന്നിതേ യാത്ര ചൊല്ലവേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ ഒരലമ്മിൽ കെട്ടിയിട്ട് ഇങ്ങനെ ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാണ്. എന്തൊരു കൗതുകാറ് കാണാൻ. ഈ കസവിൻ്റെ ഇങ്ങനെ വെച്ചിങ്ങനെ ഒട്ടിച്ച് കൈയും തളകളും ഒക്കെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അവരെ ചെവിയിലെ ചെവിപ്പൂക്കൾ, നെറ്റിമിലെ സ്വർണ്ണം എല്ലാം തിളങ്ങുക. പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി അതിലേറെ തിളങ്ങുക. അത്ര മിടുമിടുക്കനായിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ആ ശ്രീലകത്ത് നിൽക്കുകയാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ആ രൂപം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ കേട്ടോ. ആ സച്ചിദാനന്ദ കെട്ടയുടെ രൂപം കൈവിടില്ല നമ്മളെ ഉണ്ണിക്കണ്ണൻ. ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക. ആ തളകെട്ടിയ തൃപ്പാദം നല്ല ഭംഗിയുണ്ട്. ആ തൃപ്പാദമൊക്കെ കാണാൻ കേട്ടോ. ആ തൃപ്പാദത്തിൽ നമസ്കരിച്ചാൽ നമ്മുടെ തല അങ്ങനെ ആ തൃപ്പാദത്തിലാണ് വെക്കുക തന്നെ. മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക. ആ വെണ്ണ അങ്ങനെ കഴിക്കുമ്പോഴൊരു ആനന്ദത്തോടുള്ള ചിരി ഉണ്ടല്ലോ, അത് നമ്മുടെ മുഖത്തേക്ക് നോക്കിയുള്ള ചിരിയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്കാൻ നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.